മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട അനേകം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലെത്തിയ കലാകാരൻ അതായിരുന്നു കലാഭവൻ ഹനീഫ്. ഒരു സിനിമയിൽ ഒന്നോ രണ്ടോ സീനുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പലപ്പോഴും ആ കഥാപാത്രങ്ങൾക്ക് പേര് പോലും ഉണ്ടായിരിക്കില്ല. എന്നാൽ ആ കഥാപാത്രങ്ങൾ വന്നുപോയ രംഗങ്ങളിൽ പലതും മലയാളി എന്നും ഓർത്തിരിക്കുന്ന ചിരി രംഗങ്ങളാണ്. ഈ പറക്കും തളിക എന്ന സിനിമ തന്നെ ഉദാഹരണമായി എടുക്കാം. 2 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു മണവാളനായാണ് അദ്ദേഹം ആ സിനിമയിൽ വന്നത്. എന്നാൽ ആ രംഗങ്ങൾ മാത്രം മതി മലയാളി എക്കാലവും ഹനീഫിനെ ഓർത്തിരിക്കാൻ. അമ്മാവന്റെ ആദ്യത്തെ കല്യാണ എന്ന് കുട്ടി ചോദിക്കുന്നതും അതിന് ഹനീഫിന്റെ ആദ്യത്തേതും അവസാനത്തേതും എന്ന മറുപടിയും മലയാളി നിരവധി തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്. ദിലീപും ഹരിശ്രീ അശോകനും ചേർന്ന് ആ കല്യാണ ചെക്കനെ പുതിയ സ്റ്റൈലിൽ ഒരുക്കുന്നത് കാണുമ്പോൾ ചിരിക്കാത്തവരായി ആരുമില്ല. അതുകൊണ്ട് തന്നെ ആ മണവാളന്റെ അച്ഛനൊപ്പം എല്ലാവരും ഏറ്റുപറഞ്ഞു, പുതിയ പാഷൻ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യങ്ങളെ കൊള്ളാട മക്കളെ കൊള്ളാം. പാണ്ടിപ്പടയിലെ ഹനീഫിന്റെ കഥാപാത്രവും എല്ലാവരിലും ചിരി ഉണർത്തുന്നതായിരുന്നു. ദിലീപിന്റെ ഭുവനചന്ദ്രന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഹരിശ്രീ അശോകൻ കഥാപാത്രമായ ഭാസി ഹനീഫിന്റെ കഥാപാത്രത്തോട് സഹായം തേടുകയാണ്. ഭുവനെ എത്രയും വേഗം ഇവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറ്റി വിടണം എന്നതാണ് സഹായം. ആ സഹായത്തിന് 2 വടയും ഭാസി പ്രതിഫലം പറയുന്നുണ്ട്. എന്നാൽ ആ സഹായമാണ് എങ്ങോട്ടോ ബസ് കയറി പോകാനിരുന്ന ഭുവനചന്ദ്രനെ പാണ്ടിപ്പടയുടെ ഭാഗമാക്കുന്നത് എന്ന് പറയാം. 2 വടയ്ക്ക് പകരം ഭാസി 4 വട കൊടുക്കുമ്പോൾ അയാൾ 2 വട തിരികെ കൊടുക്കുന്നുണ്ട്. അവിടെ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി എന്ന ഹിറ്റ് ഡയലോഗും ജനിച്ചു. 30-ലധികം വർഷമായി അദ്ദേഹം മലയാള സിനിമയുടെ ഭാഗമായിരുന്നു. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന സിനിമയിലെ ശശി എന്ന തന്റെ പേര് മാറ്റാനൊരുങ്ങുന്ന ഹനീഫിന്റെ കഥാപാത്രവും ഏറെ ശ്രദ്ധേയമായിരുന്നു. ശശി എന്ന പേര് മാറ്റി സോമൻ എന്നാക്കിയ ആ കഥാപാത്രത്തെ മലയാളിയുടെ മനസ്സിൽ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ട്രോളുകളായി എന്നും നമുക്കിടയിൽ അയാൾ നിറഞ്ഞു നിന്നു. ഹനീഫ് എന്ന കലാകാരനെ ചെറിയ വേഷങ്ങളിലേ നാം കണ്ടിട്ടുള്ളൂവെങ്കിലും സിനിമ എന്ന വലിയ വ്യവസായത്തിന്റെ ഓരങ്ങളിൽ മിമിക്രിയും അഭിനയവും ഒക്കെയായി പതിറ്റാണ്ടുകളോളം നിലകൊണ്ട ആ മട്ടാഞ്ചേരിക്കാരന്റെ കലാജീവിതം ഏറെ വലിപ്പമുള്ളതായിരുന്നു. പ്രിയ നടൻ ഹനീഫിന് വിട.